ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാ യവദ്ദുല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വലൽ മുശ്രികീന അൻ യുനസ്സല അലൈക്കും മിൻ ഖൈറിൻ മിർ റബ്ബിക്കും വല്ലാഹു യഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാ വല്ലാഹു ദുൽ ഫദ്ലിൽ അളീം. മാ നൻസഖ് മിൻ ആയത്തിൻ ഔ നുൻസിഹാ നഅതി ബിഖൈറിൻ മിൻഹാ ഔ മിസ്ലിഹാ അലം തഅലം അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ألم تعلم أن الله له ملك السماوات والأرض وما لكم من دون الله من ولي ولا نصير. أم تريدون أن تسألوا رسولكم كما سئل موسى من قبل ومن يتبدل الكفر بالإيمان فقد ضل سواء السبيل. ود كثير من أهل الكتاب لو يردونكم من بعد إيمانكم كفارا حسدا من عند أنفسهم من بعد ما تبين لهم الحق فاعفوا واصفحوا حتى يأتي الله بأمره إن الله على كل شيء قدير. وأقيموا الصلاة وآتوا الله وبركاته. بسم الله الرحمن الرحيم. الحمد لله وبه نستعين وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين. സുമ്മ അമ്മാ ബഅദ്. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ തഖ്വയുള്ളവരായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരോടും ദീനിൻ്റെ പേരിൽ ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. ഇന്ന് നമ്മൾ കിതാബ് തൗഹീദിൽ ബാബു മാ ജാഅ മിനത് തഗ്ലീദി في من عبد عند قبر رجل صالح فكيف إذا عبده എന്ന അധ്യായമാണ് വിശദീകരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ആദം സന്തതികൾ കുഫറിലും ഷിർക്കിലും അകപ്പെടാനുള്ള കാരണം എന്ത് എന്ന് വിശദീകരിക്കുന്ന അധ്യായം വിശദീകരിച്ചു. ഇനി ഷിർക്കിന് കാരണമാകുന്ന മാർഗമാകുന്ന മറ്റു ചില വിഷയങ്ങളാണ് ഷെയ്ഖ് ഇതിൽ ഈ അധ്യായത്തിൽ നൽകുന്നത്. ഏതാനും അസറുകളുടെ വെളിച്ചത്തിൽ ഒരധ്യായം. അധ്യായം അർത്ഥമാക്കുന്നത് ബാബു മാ ജാഅ മിനത് തഗ്ലീദ് ഫീ മൻ അബദ അല്ലാഹ ഇൻദ ഖബരി റജുലിൻ സാലിഹ്. സാലിഹായ ഒരു വ്യക്തിയുടെ ഖബറിനരികിൽ അള്ളാഹുവിനെ ആരാധിക്കുന്നവരുടെ വിഷയത്തിൽ കർക്കശമായ നിലപാട് വന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം. ബാബു മാ ജാഅ മിനത് തഗ്ലീദ്. തഗ്ലീദ് എന്ന് പറഞ്ഞാൽ ഗല്ലദ യുഗല്ലീദ്. തഗ്ലീദ് എന്ന് പറഞ്ഞാൽ കർക്കശമാക്കുക, പരുഷമാക്കി പെരുമാറുക. ആരുടെ വിഷയത്തിൽ? ഫീമൻ അബദല്ലാ, അള്ളാഹുവിനെ ആരാധിച്ചവരുടെ വിഷയത്തിൽ. എവിടെ? ഇൻദ ഖബരി റജുലിൻ സാലിഹ്, സാലിഹായ ഒരു മനുഷ്യൻ്റെ ഖബറിനരികിൽ. അപ്പോൾ സാലിഹായ ഒരു മനുഷ്യൻ്റെ ഖബറിനരികിൽ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുന്നവൻ്റെ വിഷയത്തിൽ വന്ന കർശനമായ നിലപാട്, ആ വിഷയത്തെ പ്രതിപാദിക്കുന്ന അധ്യായം. ഫകൈഫ ഇദാ അബദഹു, സാലിഹായ വ്യക്തിയുടെ ഖബറിനരികിൽ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുന്നതിൽ വരെ താക്കീതും മുന്നറിയിപ്പും ശക്തമായ നിലപാടാണുള്ളത്. അപ്പോൾ ഈ സാലിഹായ വ്യക്തി ആരാധിക്കപ്പെട്ടാൽ എന്തായിരിക്കും അവസ്ഥ? അതാണ് ഫകൈഫ ഇദാ അബദഹു. ആ വിഷയത്തിൽ അസറുകൾ. വഫി സഹീഹ് അൻ ആയിഷ റളിയല്ലാഹു അൻഹ
أن أم سلمة ذكرت لرسول الله صلى الله عليه وسلم كنيسة رأتها بأرض الحبشة وما فيها من الصور فقال أولئك شرار الخلق عند الله أولئك إذا مات فيهم الرجل الصالح أو العبد الصالح بنوا على قبره مسجدا وصوروا فيه تلك الصور أولئك شرار الخلق عند الله. ഇമാം ബുഖാരി അവിടുത്തെ സഹീഹിൽ, അതേപോലെ ഇമാം മുസ്ലിം അവിടുത്തെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസാണിത്. വഫി സഹീഹ്, സഹീഹിലുണ്ട് എന്നാണ് സഹീഹുൽ ബുഖാരിയിലുണ്ട്, ഈ ഹദീസ് സഹീഹ് മുസ്ലിമിലുണ്ട്. അൻ ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് നിവേദനം, അന്ന ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ ذكرت ലറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അനുസ്മരിച്ചു. എന്തിനെ? കനീസത്തൻ, ഒരു ചർച്ചിനെ, കനീസയെ, ക്രിസ്ത്യൻ പള്ളിയെ. റഅത്ഹ, ആ ചർച്ചിനെ, കനീസയെ അവർ കണ്ടത് ബി അർദിൽ ഹബശ, ഹബശയിലാണ്, അബിഷീനിയ എന്ന് പറയുന്ന നാട്ടിൽ. അതേപോലെ വമാ ഫിഹ മിനസ് സുവർ, ആ കനീസയിലുള്ള, ക്രിസ്ത്യൻ പള്ളിയിലുള്ള ചിത്രങ്ങളെക്കുറിച്ചും അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അനുസ്മരിച്ചു. ഫഖാൽ, അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉലായികി ഷിറാറുൽ ഖൽഖി ഇൻദല്ലാഹ്. ഉലായിക്, അവിടെ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയോടുള്ള ഖിതാബായത് കാരണത്താൽ, അഭിസംബോധനയായത് കാരണത്താൽ ഉലായികി എന്ന് ഖിറാഅത്തുണ്ട്, അക്കൂട്ടർ. ഷിറാറുൽ ഖൽഖ് ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഷിറാറുൽ ഖൽഖാണ്, സൃഷ്ടികളിൽ ഏറ്റവും മോശമായ സൃഷ്ടികളാകുന്നു. ഉലായികി ഇദാ മാത ഫീഹിമുർ റജുലു സ്വാലിഹ്, അക്കൂട്ടർ ഇദാ മാത ഫീഹിം, അവരിൽ മരണപ്പെട്ടാൽ അർറജുലു സ്വാലിഹ്, ഒരു സാലിഹായ വ്യക്തി, അവിൽ അബ്ദു സ്വാലിഹ്, അല്ലെങ്കിൽ സാലിഹായ ഒരു ദാസൻ, ബനൗ അലാ ഖബ്രിഹി മസ്ജിദ, ബനൗ അവർ നിർമ്മിക്കും, അലാ ഖബ്രിഹി അയാളുടെ ഖബറിന്മേൽ, മസ്ജിദൻ പള്ളി, വസവ്വറു ഫീഹി ആ പള്ളിയിൽ അവർ രൂപപ്പെടുത്തും, തിൽക സുവർ ആ കണ്ടതായ അതുപോലുള്ള രൂപങ്ങൾ. ഉലായിക് അക്കൂട്ടർ ഷിറാറുൽ ഖൽഖി ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മോശമായ പടപ്പുകളാകുന്നു. ഇതാണ് ഹദീസ്. ഈ ഹദീസിന് തഅലീഖായി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഫഹഉലായി ഇക്കൂട്ടർ അഥവാ നസാറാക്കൾ, ക്രൈസ്തവർ, ജമഉ ബൈനൽ ഫിത്നതൈനി, രണ്ട് ഫിത്നകളാണ് ഒരുമിച്ച് കൂട്ടിയത്. രണ്ട് ഫിത്നകൾ, രണ്ട് ഫസാദുകൾ, കുഴപ്പങ്ങൾ. ഒന്ന് ഫിത്നത്തുൽ ഖുബൂർ, ഖബറിനാലുള്ള ഫിത്നയും, മറ്റൊന്ന് ഫിത്നത്തു തമാസീൽ, തിംസാൽ, തമാസീൽ എന്ന് പറഞ്ഞാൽ രൂപങ്ങൾ, പ്രതിമകൾ, ചിത്രങ്ങൾ, അവയാലുള്ള ഫിത്നയും ഇവരൊരുമിച്ച് കൂട്ടി. എന്ന് പറഞ്ഞാൽ ഖബർ കെട്ടിയുയർത്തുക, ഖബർ ആരാധനാലയമാക്കുക എന്ന ഫിത്ന, അവിടെ ചിത്രങ്ങൾ പ്രതിഷ്ഠിക്കുക, ചിത്രങ്ങൾ വെക്കുക എന്നുള്ള, പ്രതിമകൾ വെക്കുക എന്നുള്ള ഫിത്ന, ഈ രണ്ടും അവർ ചെയ്തു. ഇതാണ് ഇവിടെ ഷെയ്ഖ് ഉണർത്തുന്നത്. അപ്പോൾ ഇവിടെ ഖബറുകൾ ആരാധനാലയങ്ങളാക്കുക എന്ന ഏർപ്പാട്, അത് ക്രൈസ്തവർ ചെയ്തതിനെ ഉമ്മു സലമ റളിയല്ലാഹു തആല അനുസ്മരിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ പണി ചെയ്യുന്നവർ അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ ഏറ്റവും മോശക്കാരാണ്, തിന്മയുടെ വാക്താക്കളാണ്. എന്താ അവർ ചെയ്തത്? ഖബറുകളെ മസ്ജിദുകളാക്കി. മസ്ജിദ് എന്ന് പറഞ്ഞാൽ എന്താ? ആരാധിക്കുന്ന ഇടം എന്നാണ്, സുജൂദിന് ചെയ്യുന്ന സ്ഥലം. സുജൂദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിനയപ്രകടനാണ്. അപ്പോൾ ഇബാദത്തിനെ മൊത്തത്തിൽ ഈ പ്രയോഗത്തിൽ ഉദ്ദേശിക്കും, ആരാധന നിർവഹിക്കുവാനുള്ള ഇടമാക്കുക എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജുഇലത് ലിയൽ അർദു മസ്ജിദൻ വ തഹൂറ, ഭൂമി എനിക്ക് മസ്ജിദും തഹൂറുമാക്കിയിരിക്കുന്നു, ശുദ്ധി വരുത്താനുള്ളതും
അതേപോലെ തന്നെ ആരാധന നിർവഹിക്കാനുള്ള ഇടവുമാക്കിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ ആരാധന നടത്താനുള്ള ഇടമാക്കിയിട്ട് ഖബറുകളെ മാറ്റുക. ഒന്നുകിൽ ഖബറുകൾ ആരാധനാലയങ്ങളാക്കി കെട്ടി ഉയർത്തിയിട്ട് ഖബറും പുറത്ത് കെട്ടിണ്ടാക്കുക, അല്ലെങ്കിലോ ഖബറുകൾ ഉള്ള ഇടം ആരാധനയ്ക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുക. പല മുസ്ലിമീങ്ങളും ഏറെ പരീക്ഷിക്കപ്പെട്ട ഒരു വിഷയം കൂടിയാണിത്. ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഏതെങ്കിലും മഹാൻ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബറിൻ്റെ പരിസരം ആ ഖബറിനാൽ അനുഗ്രഹീതമാണ് എന്നാണ്. അതേപോലെ നബിമാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബറിൻ്റെ പരിസരം അത് അനുഗ്രഹീതമാണ് എന്നാണ്. അതിനാലാണ് അവിടെ നിസ്കരിക്കാനും അവിടെ ദുആ ഇരക്കാനും അവിടെ പ്രത്യേകം ഇബാദത്ത് എടുക്കുവാനും ആളുകൾ താല്പര്യം കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ ഖബറുകളെ പള്ളികളാക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് ഉദ്ദേശമാണ് അവിടെ. ഒന്ന്, ഖബറിൻ്റെ പുറത്ത് പള്ളി നിർമ്മിക്കുക, അല്ലെങ്കിൽ ആ സ്ഥലം ആരാധിക്കുവാനുള്ള സ്ഥലമാക്കിയിട്ട് സ്വീകരിക്കുക. ഖബർ നിർമ്മിക്കുന്നതും ഖബറിടം ആരാധന നിർവഹിക്കാനുള്ള സ്ഥലമാക്കി പ്രത്യേകം സ്വീകരിക്കുന്നതും അത് രണ്ടും ശിർക്കിനുള്ള വസീലയായത് കാരണത്താൽ സമൂഹം വളരെ പെട്ടെന്ന് ശിർക്കിൽ അതിനാൽ ആപതിക്കുമെന്നതിനാലും ദീനുൽ ഇസ്ലാമിൽ ശക്തമായ നിലപാടാണ് ഈ വിഷയത്തിലുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിക്കുകയും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് ദൂരെയാക്കുകയും അപ്രകാരം അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ നീചന്മാർ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തരം ഏർപ്പാടുകൾ നിർവഹിക്കുന്നവരെ. അതിൻ്റെ ചില അസറുകൾ കൂടി ഇൻഷാ അല്ലാഹ് വഴിയെ നമുക്ക് വരുന്നുണ്ട്. ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി കിതാബ് തൗഹീദിൽ തുടർന്ന് പറയുന്നത് വലഹുമ അൻഹ, വലഹുമ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേർക്കുമുണ്ട് എന്നാണ്. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം റഹിമഹുമല്ലാ അവർക്കുണ്ട്. അൻഹ, അൻഹ എന്ന് പറഞ്ഞാൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ തൊട്ട്. അൻഹ എന്ന് പറഞ്ഞാൽ ഇവിടെ അൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഖാലത്ത്, ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ലമ്മ നസല ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ചില റിവായത്തുകളിൽ ലമ്മ നുസില ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വന്നപ്പോൾ, എന്താ വന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മരണം വന്നപ്പോൾ, മരണം വന്നിറങ്ങിയപ്പോൾ, ആ അർത്ഥത്തിലാണ് ആ പ്രയോഗം. ലമ്മ നസല ബി റസൂലില്ലാഹി അല്ലെങ്കിൽ ലമ്മ നുസില ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മരണം വന്നണഞ്ഞപ്പോൾ, മരണാസന്നനായപ്പോൾ, തഫിഖ യത്റഹു ഖമീസതൻ ലഹു അലാ വജ്ഹിഹി, തഫിഖ യത്റഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്തിടാൻ തുടങ്ങി, ഖമീസതൻ ലഹു തിരുനബിയുടെ ഒരു വസ്ത്രം, അലാ വജ്ഹിഹി തൻ്റെ തിരുമുഖത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തേക്ക് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വസ്ത്രം ഇടാൻ തുടങ്ങി. ഫൈദ ഖതമ്മ ബിഹാ കശഫഹ, ഫൈദ ഖതമ്മ ബിഹാ, ആ വസ്ത്രം കാരണത്താൽ തിരുനബിക്ക് ശ്വാസം മുട്ടുമ്പോൾ, ഇഖ്തമ എന്ന ശ്വാസം ഇടുങ്ങുക, മുട്ടുക, ബിഹ എന്ന ബിസബബി ആദിഹിൽ ഖമീസ, ഈ വസ്ത്രം കാരണത്താൽ തിരുനബിക്ക് ശ്വാസം മുട്ടുമ്പോൾ കശഫഹ, തിരുനബി എന്ത് ചെയ്യും? ആ വസ്ത്രം നീക്കിയിടും. ഫഖാല വഹുവ കദാലിക്, ആ അവസ്ഥയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ, യഹൂദരുടെയും നസാറാക്കളുടെയും മേൽ അള്ളാഹുവിൻ്റെ ലഅനത്ത്. ലഅനത്ത് എന്ന് പറഞ്ഞാൽ അൽ ഇബ്ആദ് മിനർ റഹ്മ, അള്ളാഹിൻ്റെ കാരുണ്യത്തിൽ നിന്ന് ദൂരെയാക്കലാണ്. അള്ളാഹിൻ്റെ കാരുണ്യമില്ല, അള്ളാഹിൻ്റെ കാരുണ്യം ഇല്ലെങ്കിൽ ശാപാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ശാപം വരാൻ ഉള്ള ദുആയാണ്. യഹൂദ ക്രൈസ്തവരുടെ മേൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ. ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം, അവർ അവരുടെ നബിമാരുടെ ഖബറുകളെ സ്വീകരിച്ചു മസാജിദ്, മസ്ജിദുകളായി. യുഹദ്ദിറു മാ സനഉ, യുഹദ്ദിർ, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, യുഹദ്ദിറു മാ സനഉ, യഹൂദ ക്രൈസ്തവർ ചെയ്തതിനെക്കുറിച്ച് റസൂലുള്ളാഹി മുന്നറിയിപ്പ് നൽകുകയായിരുന്നു. മരണാസന്നനായി കിടക്കുമ്പോൾ യഹൂദ ക്രൈസ്തവരുടെ മേൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ,
അവരവരുടെ നബിമാരുടെ ഖബറുകളെ മസ്ജിദുകളായി സ്വീകരിച്ചു എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിലൂടെ യുഹദ്ദിറു മാ സനഉ, അവർ ചെയ്തതിനെക്കുറിച്ച് റസൂലുള്ളാഹി മുന്നറിയിപ്പ് നൽകുകയാണ്. വലൗലാ ദാലിക്, അങ്ങനെ ഇല്ലായിരുന്നുവെങ്കിൽ, ആ ഒരു മുന്നറിയിപ്പില്ലായിരുന്നുവെങ്കിൽ, ഉബിരിസ ഖബ്റുഹു, തിരുനബിയുടെ ഖബറിനെ വെളിയിലാക്കുമായിരുന്നു. ഉബിരിസ എന്ന് പറഞ്ഞാൽ ഉബ്ഹിറ എന്നാണ്, എന്നാൽ വീടിന് പുറത്ത് ഒന്നുകിൽ ബഖീ ഖബർസ്ഥാനിൽ ആ രീതിയിലാക്കപ്പെടുമായിരുന്നു. ഗൈറ അന്നഹു ഖുശിയ അൻ യുത്തഖദ മസ്ജിദ, ഗൈറ അന്നഹു, എന്നാൽ തിരുനബി ഖശിയ എന്ന് വായനുണ്ട്, റിവായത്തുണ്ട്. ഖശിയ, തിരുനബി ഭയന്നു. അൻ യുത്തഖദ മസ്ജിദ, തൻ്റെ ഖബറിടം മസ്ജിദായി സ്വീകരിക്കപ്പെടുന്നത്. ചില റിപ്പോർട്ടിൽ ഖുശിയ എന്നാണ്, ഭയപ്പെട്ടു എന്ന് പറഞ്ഞാൽ സഹാബികൾ ഭയന്നു. ആ യുത്തഖദ മസ്ജിദ, ഖബറിടം പള്ളിയായി സ്വീകരിക്കപ്പെടുന്നത്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ അത് വെളിയിലായില്ല, പുറത്തായില്ല. പിന്നെയോ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹുജറയുടെ അകത്താണ് ആക്കിയത്. എന്തുകൊണ്ട്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിടം അത് മസ്ജിദാക്കപ്പെടുമെന്ന് ഭയന്നു. തിരുനബി ഭയന്നു. ഗൈറ അന്നഹു ഖശിയ, അല്ലെങ്കിൽ ഗൈറ അന്നഹു ഖുശി എന്ന് പറഞ്ഞാൽ അവിടെ ഭയന്നതപ്പോൾ സഹാബത്താണ്. ഏതായാലും ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണാസന്നനായ വേളയിൽ പറഞ്ഞ വാക്കുകളാണ്. തിരുനബിയുടെ മരണവേളയിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ് ഈ രംഗത്തിനൊക്കെ സാക്ഷിയായത്. കാരണം അവരുടെ ദിവസം എന്ന് പറഞ്ഞാൽ സാധാരണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 9 ഭാര്യമാർക്കിടയിൽ തൻ്റെ നാളുകളെ വീതിക്കും, നറുക്കിടും. എന്നിട്ട് ഓരോ ഭാര്യമാരുടെ വീട്ടിൽ ഓരോ ദിവസം എന്നാണ്. ആ നറുക്ക് പ്രകാരം ആയിഷ റളിയല്ലാഹു തആല അൻഹക്ക് കിട്ടേണ്ട ദിവസം, ആ ദിവസത്തിലാണ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിങ്കളാഴ്ച വഫാത്തായത്. മരണാസന്നനായ ആ നാളുകളിലൊക്കെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് തിരുനബി താമസിക്കുന്നത്. പക്ഷേ മരണം വരിച്ച ദിവസം അത് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് നറുക്ക് വീഴുന്ന ആ ദിവസമായിരുന്നു. അന്ന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹുജറയിൽ, അറയിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മടിയിലും മാറിലുമായി തലവെച്ചാണ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ തരുണത്തിൽ പറഞ്ഞ വിഷയമാണ് ഇവിടെ പറയുന്നത്. മരണാസന്നനായ തിരുനബിയുടെ സക്രാത്തിൻ്റെ വേളയിൽ ഒരു ഖബീസത്ത്, ഒരു വസ്ത്രം തിരുനബി തൻ്റെ മുഖത്തേക്ക് വലിച്ചിടാൻ തുടങ്ങി. ശ്വാസം മുട്ടുമ്പോൾ, ആ മുണ്ട് മുഖത്തുള്ളത് കാരണത്താൽ ശ്വാസം ഇടുങ്ങുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് നീക്കും. എന്നിട്ട് തിരുനബി ആ അവസ്ഥയിൽ കിടന്ന് പറയുകയാണ്, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ്. യഹൂദ ക്രൈസ്തവരുടെ മേൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ, അവർ അവരുടെ നബിമാരുടെ ഖബറുകൾ മസ്ജിദുകളാക്കി. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മസ്ജിദുകളാക്കൽ? ഒന്നുകിൽ ആ ഖബറിടം ആരാധന നിർവഹിക്കാനുള്ള ഇടാക്കി, അള്ളാഹ്ക്ക് ആരാധിക്കുക, പക്ഷേ ഖബറിൻ്റെ അടുത്ത്. അല്ലെങ്കിൽ ആ ഖബറുകൾ ആ ഖബറുകളുടെ മേൽ ആരാധനാലയങ്ങൾ പണിയുക. അൽ ബിനാ വലൽ ഖുബൂർ, ഖബറിന്മേൽ പണിയുക. ഖബറിന്മേൽ പണിയലും ഖബറിടം അള്ളാഹുവിനെ ഇബാദത്തെടുക്കുവാൻ പ്രത്യേകം ഇടമാക്കി സ്വീകരിക്കലും ഷിർക്കിനുള്ള വസീലയാണ്. കൂടുതൽ ആളുകളും പെട്ടെന്ന് ഖബറിലേക്ക്, ഷിർക്കിലേക്ക് കൂപ്പുകുത്തുന്ന ഷിർക്കിൻ്റെ പ്രധാനപ്പെട്ട 2 വസീലകളാണിവ എന്നതിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിഷയത്തിൽ തൻ്റെ നിലപാട് ശക്തമായി, കർശനമായി പറയുകയുണ്ടായത്. യുഹദ്ദിറു മാ സനഉ, യഹൂദ ക്രൈസ്തവർ ചെയ്തതിനെക്കുറിച്ച് റസൂലുള്ളാഹി മുന്നറിയിപ്പ് നൽകുകയായിരുന്നു. വലൗലാ ദാലിക് ഉബിരിസ ഖബ്റുഹു ഗൈറ അന്നഹു ഖുശിയ ഔ ഗൈറ അന്നഹു ഖശിയ അൻ യുത്തഖദ മസ്ജിദ. അതില്ലായിരുന്നുവെങ്കിൽ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ മുന്നറിയിപ്പില്ലായിരുന്നുവെങ്കിൽ തിരുനബിയുടെ ഖബർ ആയിഷമ്മയുടെ ഹുജറയിലാകുമായിരുന്നില്ല. പിന്നെയോ ഉബിരിസ ഖബ്റുഹു, ഖബർ അത് ഹുജറക്ക് പുറത്ത് ബഖീ ഖബർസ്ഥാനിലൊക്കെ അത് ആക്കുമായിരുന്നു. പക്ഷേ
സഹാബികൾ ഭയന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭയന്നു ഖബറിടം മസ്ജിദായി സ്വീകരിക്കപ്പെടും എന്നത്. അതിനാൽ മുന്നറിയിപ്പുണ്ടായി. ഖബറിടം ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹുജറക്ക് അകത്ത് തന്നെ ആക്കുകയുമുണ്ടായി. ഈ ഹദീസും ഇമാം ബുഖാരിയും മുസ്ലിമും റിവായത്ത് ചെയ്തതായ ഹദീസാണ്. അതുകൊണ്ടാണ് അഖ്റജാഹു എന്ന് പറഞ്ഞത്. വലി മുസ്ലിമിൻ അൻ ജുന്ദുബ് ബിൻ അബ്ദില്ലാഹ്, ജുന്ദുബ് ബിൻ അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിമിനുണ്ട്, മുസ്ലിമിൻ്റെ സഹീഹിലുണ്ട്. ഖാൽ ജുന്ദുബ് ബിൻ അബ്ദില്ലാഹ് പറയുകയാണ്, സമിഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ല അൻ യമൂത ബിഖംസിൻ വഹുവ യഖൂൽ ഇന്നി അബ്റഉ ഇലല്ലാഹി അൻ യകൂന ലീ മിൻകും ഖലീൽ ഫഇന്ന അല്ലാഹ ഖദ് ഇത്തഖദനി ഖലീല കമ ഇത്തഖദ ഇബ്രാഹീമ ഖലീല വലൗ കുൻതു മുത്തഖിദൻ മിൻ ഉമ്മത്തി ഖലീലൻ ലത്തഖദ്തു അബാ ബക്രിൻ ഖലീല അലാ വഇന്ന മൻ കാന ഖബ്ലകും കാനൂ യത്തഖിദൂന ഖുബൂറ അൻബിയാഇഹിം മസാജിദ് അലാ ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ് ഫഇന്നി അൻഹാകും അൻ ദാലിക്. ജുന്ദുബ് ബിൻ അബ്ദില്ലാഹ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, സമീഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ല അൻ യമൂത ബിഖംസിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെടുന്നതിൻ്റെ 5 നാളുകൾക്ക് മുമ്പ് ഞാൻ കേട്ടു. മരിക്കുന്നതിന് 5 ദിവസം മുമ്പ് എന്ന് പറഞ്ഞാൽ തിരുനബി വഫാത്താകുന്നത് തിങ്കളാഴ്ച. അപ്പോൾ തിങ്കൾ, ഞായർ, ശനി, വെള്ളി, വ്യാഴം, ഈ 5 ദിവസങ്ങൾക്ക് മുമ്പ് കേട്ടു എന്നാണ്. എന്താ കേട്ടത്? വഹുവ യഖൂൽ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്നി അബ്റഉ ഇലല്ലാഹ് അൻ യകൂന ലീ മിൻകും ഖലീൽ, അള്ളാഹുവിലേക്ക് ഞാൻ ബരീഅാണ്, എൻ്റെ നിരപരാധിത്വം പ്രഖ്യാപിക്കുകയാണ്. അൻ യകൂന ലീ മിൻകും ഖലീൽ, നിങ്ങളിൽ നിന്ന് എനിക്കൊരു ഖലീൽ ഉണ്ടാകുന്നതിനെ തൊട്ട്. കാരണം ഫഇന്ന അല്ലാഹ ഖദ് ഇത്തഖദനി ഖലീല, അള്ളാഹു എന്നെ ഖലീലായി സ്വീകരിച്ചിരിക്കുന്നു. കമ ഇത്തഖദ ഇബ്രാഹീമ ഖലീല, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ ഖലീലായി സ്വീകരിച്ചതുപോലെ. അപ്പോൾ നമ്മൾ ഉമ്മത്തികളിൽ നിന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ഖലീൽ ഉണ്ടാകുക എന്നത് ഇല്ല. അതിൽ നിന്ന് അള്ളാഹുവിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബറാഅത്ത് തേടിയിട്ടുണ്ട്. കാരണം എന്താ? റസൂലിനെ അള്ളാഹു ഖലീലായി സ്വീകരിച്ചു, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖലീലായി സ്വീകരിച്ചതുപോലെ. ഖലീൽ എന്ന് പറഞ്ഞാൽ എന്താ? നിറഞ്ഞ സ്നേഹം എന്നാണ്. ഹൃദയത്തിൽ, ആത്മാവിൽ, ശരീരത്തിൽ നിറഞ്ഞ സ്നേഹം. മഹബ്ബത്തുൻ തതഖല്ലലുൽ ഖുലൂബ് വൽ അർവാഹ് വൽ അബ്ദാൻ, ശരീരങ്ങളിൽ, ഹൃദയങ്ങളിൽ, ആത്മാക്കളിൽ നിറഞ്ഞു കുടികൊള്ളുന്ന സ്നേഹം. ആ സ്നേഹമുള്ള, അവിധം സ്നേഹിക്കുന്ന വ്യക്തി അതാണ് ഖലീൽ, അല്ലെങ്കിൽ സ്നേഹിക്കപ്പെടുന്ന വ്യക്തി അതാണ് ഖലീൽ. അങ്ങനെയുള്ളൊരു ഖലീൽ ഉമ്മത്തികളിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇല്ല. വലൗ കുൻതു മുത്തഖിദൻ മിൻ ഉമ്മത്തി ഖലീലൻ, എൻ്റെ ഉമ്മത്തികളിൽ നിന്ന് ഞാനൊരു ഖലീലിനെ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ലത്തഖത്തു അബാ ബക്രിൻ ഖലീല, അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെ ഖലീലായി ഞാൻ സ്വീകരിക്കുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. കാരണം എന്താ? അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന് അത്രമാത്രം സ്ഥാനം തിരുനബിയുടെ അടുക്കലുണ്ട്. ഈ ഉമ്മത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് അതിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. പക്ഷേ അബൂബക്കർ റളിയല്ലാഹുവിനെ പോലും റസൂലുള്ളാഹി ഖലീലായി സ്വീകരിച്ചിട്ടില്ല. എന്നിട്ട് തിരുനബി പറയുകയാണ്, അലാ വ ഇന്ന മൻ കാന ഖബ്ലകും, അലാ അറിയുക, വ ഇന്ന മൻ കാന ഖബ്ലകും, നിങ്ങളുടെ മുമ്പുണ്ടായിരുന്നവർ, കാനു യത്തഖിദൂന ഖുബൂറ അൻബിയാഇഹിം മസാജിദ്, അവർ അവരുടെ നബിമാരുടെ ഖബറുകളെ മസ്ജിദുകളായി സ്വീകരിക്കുമായിരുന്നു. നബിമാരുടെ ഖബറുകളെ മസ്ജിദായി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ആ ഖബറിടങ്ങളിൽ ഇബാദത്തിന് ഇടം കാണുകയും അവിടെ ഇബാദത്ത് എടുക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ ഖബറുകൾ ആരാധനാലയങ്ങളായി കെട്ടിയുണ്ടാക്കുക, ഇങ്ങനെ സ്വീകരിക്കുമായിരുന്നു. അലാ ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ്, അതുകൊണ്ട് അറിയുക, നിങ്ങൾ ഖബറുകളെ മസ്ജിദുകളായി സ്വീകരിക്കരുത്. ചില റിപ്പോർട്ടുകളിൽ ഖുബൂറ അംബിയാഇഹിം വസാലിഹീഹിം എന്നുണ്ട്. അവരുടെ നബിമാരുടെയും സാലിഹീങ്ങളുടെയും ഖബറുകളെ മസ്ജിദുകളായി സ്വീകരിച്ചിരുന്നു എന്നാണ്. ഇവിടെ ഷെയ്ഖ് കൊടുത്ത റിവായത്തിൽ ഖുബൂറ അംബിയാഇഹിം. അലാ ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ്, നിങ്ങൾ ഖബറുകളെ മസ്ജിദുകളായി സ്വീകരിക്കരുത്.
ഫഇന്നി, കാരണം ഞാൻ അൻഹാകും അൻ ദാലിക്, അതിനെ തൊട്ട് നിങ്ങളെ വിരോധിക്കുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തികളെ വിരോധിച്ചിട്ടുണ്ട് ഖബറിടങ്ങളെ ആരാധനാലയങ്ങളായി സ്വീകരിക്കുന്നത്. എങ്ങനെ? ഒന്നുകിൽ ഖബറിടങ്ങൾ പള്ളികളാക്കി ഉയർത്തുക, എടുപ്പുണ്ടാക്കി ഉയർത്തുക, അല്ലെങ്കിൽ ഖബറിടങ്ങളെ ആരാധിക്കുവാനുള്ള സ്ഥലമായിട്ട് സ്വീകരിക്കുക. മഹാ വ്യക്തിത്വങ്ങളും പുണ്യാളന്മാരും അന്ത്യവിശ്രമം കൊള്ളുന്നിടം, അതിനാൽ ബർക്കത്തുള്ള ഇടമാണെന്ന് വിചാരിച്ചിട്ടാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്? അങ്ങോട്ട് ദുആയിരക്കാനും അങ്ങോട്ട് ആരാധനകൾ നിർവഹിക്കാനൊക്കെ പോകുന്നത്. അത് ഷിർക്കിലേക്കുള്ള വസീലയാണ് എന്നതിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അതിനെ വിരോധിച്ചത്. ഇവിടെ ഇത് ഇമാം മുസ്ലിമിൻ്റെ റിവായത്ത്. ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഫഖദ് നഹ അൻഹു ഫി ആഖിരി ഹയാതിഹി, ഫഖദ് നഹ അൻഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇതിനെ വിരോധിച്ചു, ഖബറിടം മസ്ജിദാക്കുന്നതിനെ വിരോധിച്ചു. ഫി ആഖിരി ഹയാതിഹി, തൻ്റെ ജീവിത നാളുകളിലെ അവസാനത്തിൽ. സുമ്മ ഇന്നഹു, എന്ന് മാത്രമല്ല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഅന വഹുവ ഫി സിയാഖ്, മരണാസന്നനായി കിടക്കവേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ചു മൻ ഫഅലഹു, അങ്ങനെ പ്രവർത്തിക്കുന്നവരെ. അതായത് ഖബറിടം മസ്ജിദാക്കരുത് എന്നത് അവസാന നാളുകളിൽ വിരോധിക്കുകയാണ്. എന്നിട്ട് മരണാസന്നനായപ്പോഴോ അങ്ങനെ ചെയ്യുന്നവരെ ശപിക്കുകയും ചെയ്തു. അപ്പോൾ എത്രമാത്രം ഗൗരവമുള്ളൊരു വിഷയമാണ് മക്ബറകൾ ആരാധിക്കപ്പെടുന്ന ഇടമാക്കുക, മക്ബറകളെ ആരാധിക്കുവാൻ ഇടമായി കാണുക എന്നുള്ളത് എന്ന് ഷെയ്ഖ് പറയുകയാണ്. വസ്സലാത്തു ഇൻദഹ മിൻ ദാലിക്, ഖബറുകൾക്കരികിൽ നമസ്കരിക്കുന്നത് അതിൽപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ ഈ വിരോധിക്കപ്പെട്ടതിൽപ്പെട്ടതാണ്, ഷിർക്കിലേക്ക് വസീലയാകും എന്നതിനാൽ. വഇല്ല യുബ്നൽ മസ്ജിദുൻ, പള്ളി നിർമ്മിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ശരി. അപ്പോൾ പള്ളി നിർമ്മിക്കപ്പെട്ടിട്ടില്ല, പക്ഷേ ഖബറിടം ആളുകൾ നമസ്കരിക്കാൻ ഇടമാക്കിയിട്ടുണ്ട് എങ്കിൽ ഈ ഗണത്തിലാണ് പെടുക. അത് വിരോധിക്കപ്പെട്ടതാണ്, അതിനാൽ ശപിക്കപ്പെടും. വഹുവ ഫി മഅന ഖൗലിഹ ഖുശിയ അൻ യുത്തഖദ മസ്ജിദ, അല്ലെങ്കിൽ ഖശിയ അൻ യുത്തഖദ മസ്ജിദ. വഹുവ, പള്ളി നിർമ്മിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഖബറിനരികൾ നമസ്കരിക്കുക എന്നുള്ളത് ഫി മഅന ഖൗലിഹ, ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വാക്കിൻ്റെ അർത്ഥപരിധിയിൽപ്പെടും. എന്താ അവരുടെ വാക്ക്? ഖശിയ, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭയപ്പെട്ടു, അൻ യുത്തഖദ മസ്ജിദ, ഖബറിടം മസ്ജിദായി സ്വീകരിക്കപ്പെടുന്നത് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിടം മസ്ജിദായി സ്വീകരിക്കപ്പെടുമെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭയന്നു, അല്ലെങ്കിൽ സഹാബികൾ ഭയന്നു എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞല്ലോ. ആ അർത്ഥപരിധിയിലാണ് ഖബറിൻ്റെ അടുത്ത് നിസ്കരിക്കലും പെടുക എന്നാണ് പറയുന്നത്, പള്ളി ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ശരി. ഫൈന സഹാബ ലം യകൂനു ലിയബ്നു ഹൗല ഖബ്രിഹി മസ്ജിദ, ഫൈന സഹാബ, കാരണം സഹാബികൾ ലം യകൂനു ലിയബ്നു ഹൗല ഖബ്രിഹി മസ്ജിദ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന് ചുറ്റും പള്ളി ഉണ്ടാക്കുന്നവരായിരുന്നില്ല. സഹാബികൾ ആരും ഖബറിന് ചുറ്റും പള്ളി ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, അങ്ങനെ നിർമ്മിക്കുന്നവരുമല്ല. അപ്പം പിന്നെ എന്താ ഇവിടെ ഉദ്ദേശം? ഇവിടെ ഉദ്ദേശം ആ ഖബറിനടുത്ത് പോയിട്ട് നിസ്കരിക്കുക എന്നുള്ളതാണ്. വകുല്ലു മൗദിഇൻ ഖുസിദത്തി സ്വലാത്തു ഫീഹി ഫഖദ് ഉത്തുഖിദ മസ്ജിദ, വകുല്ലു മൗദിഇൻ ഖുസിദത്തി സ്വലാത്തു ഫീഹി, നമസ്കാരം ഉദ്ദേശിക്കപ്പെടുന്ന എല്ലാ സ്ഥലവും, വകുല്ലു മൗദിഇൻ, എല്ലാ സ്ഥലവും, ഖുസിദത്തി സ്വലാത്തു ഫീഹി, അവിടെ നമസ്കാരം ഉദ്ദേശിക്കപ്പെടുന്നു എങ്കിൽ ഫഖദ് ഉത്തുഖിദ മസ്ജിദ, ആ ഇടം മസ്ജിദായി സ്വീകരിക്കപ്പെട്ടു. അവിടെ എടുപ്പുണ്ടായിക്കൊള്ളണമെന്നില്ല, നിർമ്മാണം ഉണ്ടായിക്കൊള്ളണമെന്നില്ല, പിന്നെയോ അവിടെ നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ അത് മസ്ജിദായി മാറി. ബൽ കുല്ലു മൗദിഇൻ യുസല്ലി ഫീഹി, അല്ലെങ്കിൽ യുസല്ല ഫീഹി, ബൽ കുല്ലു മൗദിഇൻ എന്ന് മാത്രമല്ല, കുല്ലു മൗദിഇൻ യുസല്ല ഫീഹി, നമസ്കരിക്കപ്പെടുന്ന എല്ലാ സ്ഥലവും യുസമ്മ മസ്ജിദ, അതിന് മസ്ജിദ് എന്ന് പേര് വിളിക്കപ്പെടും. കമാ ഖാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ, ജുഇലത് ലി അൽ അർദു മസ്ജിദൻ വ തഹൂറ, എനിക്ക് ഭൂമിയെ മസ്ജിദും തഹൂറുമാക്കി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ എടുപ്പുണ്ടായിക്കൊള്ളുന്നില്ല, പിന്നെയോ നമസ്കാരം ഉദ്ദേശിക്കുന്ന സ്ഥലമാണോ അതിന് മസ്ജിദ് എന്ന് പറയും. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, എനിക്ക് ഭൂമി മുഴുവനും
അത് മസ്ജിദായി, നമസ്കരിക്കുന്ന ഇടമായി, സ്ഥലമായി, വതഹൂറൻ ശുദ്ധി വരുത്താനുള്ള വസ്തുവായി എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഭൂമിയിൽ വെള്ളമുണ്ട്, ആ വെള്ളം കൊണ്ട് ശുദ്ധി വരുത്താം. വെള്ളം കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ ന്യായമായ തടസ്സം ഉണ്ടായി എങ്കിൽ മണ്ണ് ഉപയോഗിച്ച് തൈമം ചെയ്ത് ശുദ്ധി വരുത്താം. ആ നിലക്കാണ് തഹൂറൻ എന്ന് പറയുന്നത്. തഹൂർ എന്ന് പറഞ്ഞാൽ ശുദ്ധി വരുത്താനുള്ള ആ ദ്രവ്യം. അത് വെള്ളമാണെങ്കിൽ വെള്ളം, അല്ലെങ്കിൽ വെള്ളത്തിന് പകരം മണ്ണാണ് എങ്കിൽ മണ്ണ്, അല്ലെങ്കിൽ ശുദ്ധമായ ഭൂതലം. ഈ ഹദീസും ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്നിട്ട് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പിന്നെ തുടർത്തി പറയുന്നത്, വലി അഹ്മദ ബിസനദിൻ ജയ്യിദ്, ഇമാം അഹ്മദിന് ജയ്യിദായ സനദോടുകൂടി ഒരു റിവായത്തുണ്ട് മുസ്നദിൽ. അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു മർഫൂഅൻ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് മർഫൂആയി നിവേദനം. മർഫൂആയിട്ട് നിവേദനം എന്നാണ് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി നിവേദനം. ഇബ്നു മസ്ഊദിന്റെ വാക്കല്ല റളിയല്ലാഹു തആല അൻഹു. ഇബ്നു മസ്ഊദിന്റെ വാക്കാണെങ്കിൽ ഇബ്നു മസ്ഊദ് മൗഖൂഫൻ എന്നാ പറയാം, അദ്ദേഹത്തിന്റെ വാക്കാണെങ്കിൽ. മർഫൂഅൻ എന്ന് പറയുമ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല എന്ന് പറയുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കാണ്. എന്താ തിരുനബി പറഞ്ഞത്? ഇന്ന മിൻ ശിറാറിൻ നാസ്, ജനങ്ങളിൽ ഏറ്റവും നീചന്മാർ ആയിട്ടുള്ളവർ, മൻ തുദ്രികുഹു സഅതു വഹും അഹ്യാ, അവർ അന്ത്യനാൾ ആരെയാണ് പിടികൂടുന്നത്? അവരെയാണ്. അപ്പം അന്ത്യനാൾ സംഭവിക്കുമ്പോൾ ഹാജറുള്ളവർ അവരാണ് ജനങ്ങളിൽ നീചന്മാർ. വഹും അഹ്യ, അപ്പം അന്ത്യനാൾ സംഭവിക്കുമ്പോൾ ജീവനോടിരിക്കുന്നവർ ആരോ അവരാണ് ജനങ്ങളിൽ നീചന്മാർ. വല്ലദീന യത്തഖിദൂനൽ ഖുബൂറ മസാജിദ്, ഖബറുകളെ മസ്ജിദുകളായി സ്വീകരിക്കുന്നവരുമാണ് ജനങ്ങളിൽ നീചന്മാർ. അപ്പോൾ ഇവിടെ ഖബറുകളെ മസ്ജിദുകളായി സ്വീകരിക്കുന്നവർ, അവരെയും ഷിറാറുന്നാസ്, ജനങ്ങളിൽ നീചന്മാരിൽ എണ്ണുകയാണ്. ഖബറുകളെ മസ്ജിദുകളായി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഖബറിൻ്റെ അടുത്ത് ആരാധനക്ക് ഇടം കാണുക, അല്ലെങ്കിൽ ഖബറിടം കെട്ടി ഉയർത്തുക. രണ്ടും എന്താണ്? യത്തഖിദൂനൽ ഖുബൂറ മസാജിദ് എന്ന് പറഞ്ഞതിൽ പെടും. ഇത് ഇമാം അഹ്മദ് റിവായത്ത് ചെയ്തിട്ടുണ്ട്, ഇമാം അബൂ ഹാത്തിമും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇമാം ഇബ്നു ഖുസൈമയും മറ്റൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതായ അസറാണ്, തെളിവ് സ്വീകരിക്കാവുന്നതായ അസറാകുന്നത്. ഇവിടെ ഈ ഒരു അധ്യായത്തിൽ ഏതാനും റിവായത്തുകളാണ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയത്. ഏത് വിഷയത്തിൽ? മഖ്ബറ മസ്ജിദായി സ്വീകരിക്കപ്പെടുന്ന വിഷയത്തിൽ. മഖ്ബറ മസ്ജിദായി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ മഖ്ബറ നിർമ്മിക്കുകയും അതിനെ പള്ളിയാക്കി ഉയർത്തുകയും ചെയ്യുക. രണ്ടാമത്തേത് മഖ്ബറയെ ആരാധിക്കുവാനുള്ള ഇടമായിട്ട് സ്വീകരിക്കുക. ഇബാദത്ത് എടുക്കുന്നത് അള്ളാഹ്ക്ക് തന്നെയാണ്, പക്ഷേ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുവാൻ ഈ മഖ്ബറയുടെ പരിസരത്തെ ആളുകൾ തിരഞ്ഞെടുക്കുക. എങ്ങനെ? ആളുകളുടെ വിശ്വാസം മഹാപുരുഷൻ, മഹത്തുക്കൾ, പുണ്യാളന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ ഖബറിൻ്റെ പരിസരം ആ ഖബറിനാൽ ബർക്കത്തുള്ളതാണ്, പോരിശയാക്കപ്പെട്ടതാണ്, അവിടെ ഇബാദത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ പ്രത്യേകം ഖബൂലുണ്ട്, അതിന് ദുആ ഇരുന്നാൽ ജവാബുണ്ട്, ഇങ്ങനെയാണ് ആളുകളുടെ വിശ്വാസം. അതിനാൽ അള്ളാഹ്ക്ക് നിസ്കരിക്കാനും അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യാനും തന്നെ ചിലരെന്ത് ചെയ്യും? ഖബറിടം തിരഞ്ഞെടുക്കും. അത് ശിർക്കിനുള്ള വസീലയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അவ்விதം ഖബറുകളെ മസ്ജിദായി സ്വീകരിക്കുന്നവരെയാണ് ഈ ശപിക്കുന്നതും അവരെ അതിൽ നിന്ന് വിരോധിക്കുകയുമാണ് തൻ്റെ അവസാന നാളുകളിൽ, തൻ്റെ അവസാന നിമിഷങ്ങളിൽ എന്ന് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം അത്രമാത്രം വിഷയം ഗൗരവമാണ്. ഇത് ഖബറിനരികിൽ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുന്നവരുടെ വിഷയമാണ്. എന്നാൽ ഖബറിനരികിൽ ഖബറാളിക്ക് ഇബാദത്ത് ചെയ്യുമ്പോഴോ, ഖബറാളിയോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന, ഖബറാളിയോട് ദുആ ഇരക്കുന്ന, ഖബറാളിയോട് സങ്കടം പറയുന്ന, ഖബറാളിയോട് ആഗ്രഹം തേടുന്ന, ഖബറാളിയോട്, ഖബറിൽ അടക്കം ചെയ്യപ്പെട്ടവനോട് രോഗം മാറാൻ തേടുന്ന, ഖബറാളിക്ക് വേണ്ടിയിട്ട് സുജൂദ് ചെയ്യുന്ന പല ഖബറുകളുടെ ഇടങ്ങളിലും കണ്ടില്ലേ ഖബറിന് സുജൂദ്. അതാർക്കുള്ള സുജൂദാ? അത് ഖബറാളിക്കുള്ള സുജൂദാ. ചിലരുടെ ആദരവും ബഹുമാനവും
ആ ഖബറിലേക്ക് തിരിഞ്ഞ് സുജൂദ് ചെയ്തിട്ടാണ്. ചിലർ സുജൂദ് ചെയ്യുമ്പോൾ ഖിബിലയിലേക്ക് മൂടിട്ട് ഖബറിലേക്ക് മുന്നിട്ട് സുജൂദ് ചെയ്യുന്ന രംഗങ്ങൾ വരെ കാണാൻ സാധിക്കും. ചിലർ ആദരവർപ്പിക്കാനെന്നോണം ഖബറിന് മുന്നിൽ സുജൂദ് ചെയ്യുന്നു. അത് ആ ഖബറുകളിലേക്കുള്ള സുജൂദാണ്. അത് കൊടിയ ശിർക്കാണ്, മഹാപാപവുമാണ്. ഇവിടെ ഖബറിടം ആരാധനാലയമായി സ്വീകരിക്കൽ ഷിർക്കിലേക്കുള്ള വസീലയാണ്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കർക്കശ സംസാരം, ഒന്നുകിൽ എടുപ്പുണ്ടാക്കി അല്ലെങ്കിൽ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുവാൻ ഖബറിൻ്റെ പരിസരത്തെ തെരഞ്ഞെടുത്തുകൊണ്ടുള്ളതായ ആ രീതി, അതിനെതിരിലാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണാസന്നനായി കിടക്കുമ്പോൾ വരെ ഈ ഗൗരവമായ സംസാരം, ശപിച്ചുകൊണ്ടുള്ള എതിരിലുള്ള പ്രാർത്ഥന വരെ നടത്തുന്നത്. അപ്പോൾ ആ ഖബറാളിയോട് ദുആയിരക്കുന്ന, ഖബറാളിയോട് സങ്കടം പറയുന്ന, ഖബറാളിക്ക് സുജൂദ് ചെയ്യുന്ന അത്തരം മനുഷ്യന്മാരുടെ അവസ്ഥയും അവരുടെ ആ ചെയ്തിയുടെ അപകടവും എത്രമാത്രം വലുതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ എന്ന് നമുക്ക് ദുആയിരക്കാം. ഇവിടെ ഒരു വിഷയം അനുബന്ധമായിട്ട് മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിടത്തെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിടത്തെ ആരാധനിക്കാനുള്ള ഇടമാക്കുന്നതിനെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിക്കുകയാണ്. അതേപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആയിലെന്നതായി വേറെയും ഇവിടെ ശൈഖ് നൽകിയിട്ടില്ല, റിപ്പോർട്ടുകളിൽ കാണാം. അല്ലാഹുമ്മ ലാ തജഅൽ ഖബരി വസനൻ യുഅബദ്, അല്ലാഹുവേ എൻ്റെ ഖബറിനെ നീ ആരാധിക്കപ്പെടുന്ന വസനാക്കരുതേ എന്ന് പറഞ്ഞിട്ടുണ്ട്, ബിംബമാക്കരുതേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആയിലെന്നിട്ടുണ്ട്. അതിനാൽ തന്നെ സഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ദുആ ശ്രവിച്ച, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദർശം പഠിച്ചത് ഉൾക്കൊണ്ട് ജീവിച്ച സഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിടം ഒരിക്കലും ആരാധിക്കാനുള്ള ഇടമാക്കിയിട്ട് സ്വീകരിക്കുകയോ അവ്വിധം ഖബറിനെ ആക്കുകയോ ചെയ്തിട്ടില്ല. എന്താ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിൻ്റെ ഹാല്, അവസ്ഥ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായത് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹുജറയിലാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹുജറയിൽ തിരുനബി വഫാത്തായി. നബിമാർ വഫാത്തായാൽ അവർ വഫാത്തായ ഇടങ്ങളിലാണ് അവർ മറമാടപ്പെടുക. അവരുടെ ഭൗതിക ശരീരം അവിടെയാണ് മറമാടപ്പെടുക. ചില അസറുകളിൽ കാണാം, ഇന്നൽ അംബിയ യുഖ്ബറൂന ഹൈസു യുഖ്ബദൂൻ, നബിമാർ എവിടെയാണ് അവരുടെ ആത്മാക്കൾ പിടികൂടപ്പെടുന്നത് അവിടെയാണ് അവർ ഖബറടക്കപ്പെടുക എന്നുള്ളത്. ഏതായാലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിടം വീടിന് പുറത്താക്കിയില്ല. കാരണം എന്താ? അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, അത് മസ്ജിദാക്കപ്പെടുമെന്ന് ഭയപ്പെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ഖബർ ഒരുങ്ങി. ആ ഖബറിൻ്റെയും ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അറയുടെയും ഇടയിലൊരു മറ ഉണ്ടായിരുന്നു. പിന്നീട് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു വഫാത്തായി. ആയിഷ റളിയല്ലാഹു അൻഹയുടെ പിതാവ്, അദ്ദേഹത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിനരികിൽ ഖബറിനിടം കിട്ടി. അദ്ദേഹം അവിടെ മറമാടപ്പെട്ടു. ഉമർ റളിയല്ലാഹു തആല അൻഹു അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു വഫാത്തായതിനു ശേഷവും ആയിഷ റളിയല്ലാഹു തആല അൻഹ തൻ്റെ ഹുജറയിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. പിന്നീട് ഉമർ റളിയല്ലാഹു തആല അൻഹു ഷഹീദായപ്പോൾ അദ്ദേഹം അഭിലേഷിച്ചതിന് അനുസരിച്ച് ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹ സമ്മതിച്ചതനുസരിച്ച് ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഭൗതിക ശരീരവും മറമാടപ്പെട്ടത് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹുജറയിൽ തന്നെയാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു വഫാത്തായതിൽ പിന്നെ ആയിഷ റളിയല്ലാഹു തആല അൻഹ തൻ്റെ ഹുജറയിൽ നിന്ന് മാറി താമസിക്കുകയാണ് ഉണ്ടായത്. ഹുജറ ഭദ്രമാക്കി. ഈ 3 ഖബറുകൾ ഉൾപ്പെട്ട സ്ഥലം, അത് 4 മൂലകളുള്ള ഹുജറ, അത് ഭദ്രമാക്കുകയുണ്ടായി. ചരിത്ര റിപ്പോർട്ടുകളിൽ ഖബറിടം കാണുന്ന രീതിയിലുള്ള ഒരു ചെറിയ
ജനൽ പോലുള്ള ഒരു ഇടം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ജനലഴി പോലുള്ള ഒരിടം മാത്രം. അതിലൂടെ 3 ഖബറുകൾ കാണുന്ന രീതിയിൽ ഒരു ഹുജറയായിരുന്നു. അതിലായി ഈ ഖബറുകൾ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ അത് പള്ളിക്ക് പുറത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലായിരുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹ ജീവിച്ച നാളിൽ ഇപ്രകാരമായിരുന്നു ഖബറിൻ്റെ അവസ്ഥ, ഖബറുകളുടെ അവസ്ഥ. അമവികളുടെ ഖിലാഫത്തിൽ, ഖുലഫാ റാഷിദീങ്ങളുടെ കാലം കഴിഞ്ഞ് അമവികളുടെ ഖിലാഫത്തിൽ, മുആവിയ റളിയല്ലാഹു തആല അൻഹു തുടങ്ങിയുള്ള അമവികളുടെ ഖിലാഫത്തിൽ വലീദ് ബിൻ അബ്ദുൽ മലിക് ഭരണം നടത്തിയ കാലഘട്ടത്തിൽ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി മദീനയുടെ ഗവർണറായിരിക്കെ മസ്ജിദ് നബവി വിപുലീകരിച്ചു. ഈ വിപുലീകരണം നടന്ന വേളയിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹുജറയുടെ ചുറ്റും ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി മറ്റൊരു മതിൽ നിർമ്മിക്കുകയുണ്ടായി, ജിദാർ നിർമ്മിക്കുകയുണ്ടായി. ആ ജിദാർ അദ്ദേഹം നിർമ്മിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ ബൈന ബൈതി വ മിംബരി റൗദത്തും മിൻ റിയാദിൽ ജന്ന, എൻ്റെ വീടിൻ്റെയും എൻ്റെ മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം അത് സ്വർഗത്തിലെ ഒരു തോപ്പാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹും അവരുടെയൊക്കെ ഖബറുള്ള ഈ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹുജറ അത് 4 കോണുള്ള ചുമരിനുള്ളിലാണ്. ആ ചുമരുകളെ ഉൾപ്പെടുത്തിയിട്ട് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരു മതിലുണ്ടാക്കി, ചുമരുണ്ടാക്കി. ആ ചുമർ അദ്ദേഹം നിർമ്മിച്ചപ്പോൾ റൗളയിൽ നിന്നുള്ള കുറച്ച് ഭാഗത്തേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ചുമര് നീണ്ടിട്ടുണ്ട് എന്നാണ് ചരിത്ര റിപ്പോർട്ടുകളിൽ. കുറച്ച് ഭാഗം എങ്ങനെയാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി ഉണ്ടാക്കിയത്? ചരിത്ര റിപ്പോർട്ടുകളിൽ അത് 3 കോണായിട്ട് എന്നാണ്. 3 കോണായിട്ട് ആ ചുമരുണ്ടാക്കി എന്നാണ്. അതായത് ഖിബ്ലയുടെ ഭാഗത്തേക്ക്, അതായത് മസ്ജിദ് നബവിയുടെ തെക്ക് ഭാഗത്തേക്ക് നീളത്തിലൊരു ചുമര്, പിന്നീട് വടക്ക് ഭാഗത്തേക്ക് ചെരിഞ്ഞ് കോണായിട്ട് 2 മതിലുകൾ. ഇങ്ങനെയായിരുന്നു ആ ചുമര് അദ്ദേഹം നിർമ്മിച്ചിരുന്നത് എന്നാണ്. ഇത് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി മസ്ജിദ് നബവിയെ വിസ്തൃതി കൂട്ടിയപ്പോൾ അദ്ദേഹം നിർമ്മിച്ച ആ മതിലിൻ്റെ പ്രത്യേകതയാണ്. മുസല്ലസായിട്ട് കോണാകൃതിയിൽ, ത്രികോണാകൃതിയിലായിരുന്നു അദ്ദേഹം നിർമ്മിച്ചതായ ആ ജിദാർ, ചുമര് എന്നുള്ളതാണ്. പിന്നീട് ചരിത്രത്തിൽ വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഷറഫാക്കപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭൗതിക ശരീരം അടക്കം ചെയ്യപ്പെട്ട ഖബർ, അതേപോലെ തന്നെ അബൂബക്കർ, ഉമർ എന്നിവരുടെ ഖബർ, അത് ഉൾക്കൊണ്ട ആ ഇടത്തെ മറ്റൊരു ചുമരിനാൽ മറക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹുജറക്കുണ്ടായ ചുമരൊന്ന്, ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി നിർമ്മിച്ച ചുമരൊന്ന്, അതിന് ഫതഹ് ഉണ്ടായിരുന്നില്ല എന്നാണ്. എന്നാൽ അത് തുറന്ന് കബറിടം കാണുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല എന്നാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ. ആയിഷ ഉമ്മയുടെ ഹുജറയുടെ ആ ചതുര ചുമരിനായിരുന്നു ഒരു ജനലഴി പോലെയുള്ള ഒരു ഇടമുണ്ടായിരുന്നത്, അതിലൂടെ ഖബർ കാണാമായിരുന്നു എന്നാണ്. എന്നാൽ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി ഉണ്ടാക്കിയതായി ത്രികോണാകൃതിയിലുള്ള ചുമരിന് ജനലഴി പോലെ തുറന്നൊരു സ്ഥലം ഖബർ നോക്കിക്കാണുന്ന രീതിയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പിന്നീട് 3ാമത് ഒരു മതിൽ കൂടി നിർമ്മിച്ചതിനെക്കുറിച്ച് ചരിത്ര റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. 3 ചുമരുകൾ, അതിനുള്ളിലായിരുന്നു ഈ 3 ഖബറുകൾ. അതിനെക്കുറിച്ചാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ നുനിയയിൽ പറയുന്നത്, ഫഅജാബ റബ്ബുൽ ആലമീന ദുആഅഹു വഅഹാതഹു ബിസലാസത്തിൽ ജുദ്റാനി ഹത്താ ഗദത് അർജാഉഹു ബിദുആഇഹി ഫീ ഇസ്സത്തിൻ വഹിമായത്തിൻ വസിയാനി.
എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തില്ല, അല്ലാഹുമ്മ ലാ തജഅൽ ഖബരി വസനൻ യുഅബദ്, അല്ലാഹുവേ എൻ്റെ ഖബറിടം ആരാധിക്കപ്പെടുന്ന വസനാക്കരുതേ എന്ന് പറഞ്ഞു. വസന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖബറിനും പറയും വിഗ്രഹത്തിനും പറയും. അപ്പോൾ ആരാധിക്കപ്പെടുന്ന ഖബറിടം ആക്കരുതേ എന്ന് തിരുനബിയുടെ ദുആയുണ്ട്. അതിനെക്കുറിച്ച് ഇബ്നുൽ ഖയ്യിം പറയുകയാണ്, ഫഅജാബ റബ്ബുൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അല്ലാഹു ഉത്തരമേകി ദുആഅഹു തിരുനബിയുടെ ദുആക്ക്. വഅഹാതഹു ബിസലാസത്തിൽ ജുദ്റാനി, 3 ചുമരുകൾ കൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിടത്തെ അല്ലാഹു സുബ്ഹാനഹു തആല വലയം ചെയ്തു. അതാണ് ഈ 3 ചുമരുകൾ. ഹത്താ ഗദത് അർജാഉഹു ബിദുആഇഹി ഫി ഇസ്സത്തിൻ വഹിമായത്തിൻ വസിയാനി, ഹത്താ ഗദത് അർജാഉഹു, ആ ഖബറിന്റെ ഭാഗങ്ങളായി തീർന്നു, ബിദുആഇഹി തിരുനബിയുടെ ദുആ കാരണത്താൽ, ഫി ഇസ്സത്തിൻ വഹിമായത്തിൻ വസിയാനി നിറഞ്ഞ സംരക്ഷണത്തിൽ. ആർക്കും തൊടാനോ ആർക്കും മണ്ണ് വാരാനോ ആർക്കും സുജൂദ് അവിടെ പോയി അയിമ ചെയ്യാനോ അതേപോലെ തന്നെ ആർക്കും കാണാനോ കഴിയാത്ത വിധം എന്ത് ചെയ്തു? 3 ചുമരുകൾക്കുള്ളിൽ ആ ഖബറിടം ആയിത്തീർന്നു എന്നാണ് ഇബ്നുൽ ഖയ്യിം പറയുന്നത്. അവിടെ ഇബ്നുൽ ഖയ്യിം വഅഹാതഹു ബിസലാസത്തിൽ ജുദ്റാനി, 3 ചുമരുകൾ കൊണ്ട് വലയം ചെയ്തു എന്ന് പറയുന്നുണ്ട്. ആ 3 ചുമരുകളാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതായ ഈ 3 ചുമരുകൾ. മാത്രവുമല്ല, ഒരു ഇരുമ്പിൻ്റെ മതിലിനെ കുറിച്ചും ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട്. അതെവിടെയാണ്? ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി നിർമ്മിച്ച മതിലുണ്ട്, ത്രികോണാകൃതിയിലുള്ള. അതേപോലെ തന്നെ പിൽക്കാലത്ത് നിർമ്മിക്കപ്പെട്ട മറ്റ് ഒരു ത്രികോണാകൃതിയിലുള്ള മതിലുമുണ്ട്. ഏകദേശം 6-ാം നൂറ്റാണ്ടിൽ ഉള്ള നിർമ്മാണമാണെന്ന് തോന്നുന്നു, സംഘികളുടെ കാലഘട്ടത്തിൽ. അതിനിടയിൽ ഈ 2 മതിലുകൾക്കുമിടയിൽ ഒരു ഇരുമ്പിൻ്റെ മതിൽ വെച്ച സംഭവവും ചരിത്രത്തിൽ സുവിദിതമാണ്. ഇരുമ്പിൻ്റെ ഒരു മതിൽ ഈ 2 മതിലുകൾക്കിടയിലുണ്ട്. ആ മതിലിൻ്റെയും പ്രത്യേകത, അതിനും ഫതഹൊന്നുമില്ല, അതിൻ്റെ ഉള്ളിലൂടെ കാണുന്ന രീതിയിലല്ല. കാരണം വേറെ 2 മതിലുകൾ അപ്പുറം ഫതഹില്ലാത്ത രീതിയിലാണുള്ളത്. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിനെ മസ്ജിദായി സ്വീകരിക്കുക എന്നുള്ളത് സാധ്യമല്ല. എന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇவ்விதം ആ ഖബറിടത്തെ സംരക്ഷിച്ചിട്ടുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആക്ക് ഇவ்விதം ഉത്തരമേകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഖബറിടത്തെ മസ്ജിദായി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുകിൽ ഖബറിന് പുറത്ത് ആരാധനാലയം പണിയുക എന്നുള്ളതാണ്. അത് നടന്നിട്ടില്ല. പിന്നെ ഖബറിൻ്റെ അരികിൽ അള്ളാഹ്ക്ക് ഇബാദത്തെടുക്കുന്ന ഇടാക്കുക എന്നുള്ളതാണ്. അതിനും കഴിയില്ല. കാരണം എന്താ? ഇவ்விதം മതിലുകൾ കൊണ്ട് ആ ഖബറിടത്തെ സംരക്ഷിച്ചിട്ടുണ്ട്. ആരാധിക്കുന്ന ഇടമായ മസ്ജിദുൻ നബവി പള്ളി ഉണ്ടല്ലോ, അതിൽ നിന്ന് ദൂരെ ആയിക്കൊണ്ടാണ് 3-4 മതിലുകൾക്ക് ഉള്ളിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തിഖാദുൽ മസ്ജിദായി സ്വീകരിക്കുക എന്നുള്ളത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിനെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട ഭാഗം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ സ്ഥിതി ചെയ്യുന്ന റൗദയുടെ ഭാഗം, അത് മസ്ജിദ് നബവിയാണ്. പിൽക്കാലത്ത് പള്ളി വിസ്തൃതി കൂട്ടിയപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ സ്ഥിതി ചെയ്യുന്നതിൻ്റെ വടക്ക് ഭാഗം അതും പള്ളിയിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്ന് നിസ്കരിക്കുമ്പോൾ ഖബറുള്ള ഭാഗം ത്രികോണാകൃതിയിൽ മുന്നിക്കാണ്. അതുകൊണ്ട് തന്നെ അതിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുക എന്നുള്ളത് കഴിയൂല. കാരണം എന്താ? അത് കോണാകൃതിയിലാണ്. തുർക്കികളുടെ ഉസ്മാനിയ ഖിലാഫത്തിൽ തുർക്കികളുടെ ഭരണകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിൻ്റെ കിഴക്ക് ഭാഗം അവിടെ പള്ളിയായിട്ട് ഉണ്ടായിരുന്നില്ല. പിന്നെയോ അത് അടക്കപ്പെട്ടതാണ്. കാരണം എന്താ? ആ ഭാഗത്ത് പള്ളിയായിട്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ വടക്ക് ഭാഗത്തും അതേപോലെ പടിഞ്ഞാറ് ഭാഗത്തുമാണ് പള്ളി. എന്നാൽ കിഴക്ക് ഭാഗം പള്ളിയായിരുന്നില്ല. പക്ഷെ തുർക്കികളുടെ കാലഘട്ടത്തിൽ
ഖുറാഫാത്തിൻ്റെ ആളുകൾ, ഖുബൂരികൾ എന്ത് ചെയ്തിട്ടുണ്ട്? അവർ ആ ഭാഗത്ത് തുറക്കുകയുണ്ടായിട്ടുണ്ട്. എന്തിന്? ആ ഭാഗത്ത് തുറന്നിട്ടുണ്ട് എങ്കിൽ ഖബർ ചുറ്റാൻ പറ്റും, തവാഫ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഷിർക്കിൻ്റെ ആളുകൾക്ക് തവാഫ് ചെയ്യാൻ സൗകര്യപ്പെടുമാർ എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ തുറന്നിരുന്നു, അങ്ങനെ തവാഫ് നടന്നിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ആൽ സഊദിൻ്റെ ഭരണം നിലവിൽ വന്നതിൽ പിന്നെ ആ ഭാഗം അടക്കുകയാണ് ചെയ്തത്. അവിടെ നിസ്കരിക്കാൻ ഇടണ്ടായിരുന്നില്ല. ഏത് ഭാഗത്ത്? കിഴക്ക് ഭാഗത്ത്. പിന്നെ ആ ഭാഗം അടച്ച് സിയാറത്തിൻ്റെ സന്ദർഭത്തിൽ സലാം പറയാനും സിയാറത്ത് നിർവഹിക്കുവാനും ആ ഇടം തുറക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇന്നും അതിലൂടെ കടന്നു വന്ന് വട്ടത്തിൽ കറങ്ങാൻ പറ്റുന്ന രീതിയിൽ അവിടെ കഴിയൂല. കാരണം ആ ഭാഗം മുൻഭാഗം അടച്ചിട്ടിട്ട് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ കിഴക്ക് ഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ സിയാറത്തിനും സലാം പറയാനും തുറക്കുമായിരുന്നു. എന്നാൽ അതിൽ കടന്നു വന്ന് ഒരു തവാഫ് നിർവഹിക്കുന്ന രീതിയിൽ ഉള്ള തുടർച്ചയായ അവസ്ഥ അത് തുർക്കികളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു, ഉസ്മാനിയ ഖിലാഫത്തിൽ. പക്ഷെ അത് പിന്നീട് അത് അടക്കപ്പെടുകയുണ്ടായി. പിന്നെ ആ രീതിയിലാണ് ആ വിഷയത്തിൽ ചരിത്രത്തിൽ വായിക്കുവാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിനെ മസ്ജിദായി സ്വീകരിക്കുക എന്നുള്ളത്, അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെതിരിൽ അതുണ്ടാവാതിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്തു. അതിനാൽ തിരുനബിയുടെ ഖബറിടം മസ്ജിദായി സ്വീകരിക്കുക, ഒന്നുകിൽ അതിന്മേൽ എടുപ്പുണ്ടാക്കിയിട്ട് ആരാധനാലയാക്കുക, അല്ലെങ്കിൽ ഖബർ ഉള്ള സ്ഥലം അതിനെ ഇബാദത്തെടുക്കുവാനുള്ള ഇടമാക്കി സ്വീകരിക്കുക. അതിന് കഴിയാത്ത വിധമാണ് ചുമരുകൾ കൊണ്ട് ആ ഇടത്തെ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിമിൻ്റെ കവിതയിൽ നമ്മൾ കേട്ടതുപോലെ. ഏതായാലും ഈ വിഷയത്തിൽ വന്ന ഏതാനും അസറുകളാണ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി കിതാബുൽ തൗഹീദിൽ നൽകിയത് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായത്. ഇനിയും ഈ വിഷയത്തിൽ ചില അസറുകളുണ്ട്. തുടർന്നുള്ള അധ്യായങ്ങളിൽ ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കുവാനും അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅഹ്ലി ബൈതിഹി ത്വയ്യിബീന ത്വാഹിരീൻ വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.